ഹലോ, നമസ്കാരം കൂട്ടുകാരെ. പുതിയൊരു പാചക വിഭവം തയ്യാറാക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ റെഡിയാക്കാൻ പോകുന്നതേ ബനാന ഹൽവയാണ്. അതിന് നമുക്ക് വേണ്ടത് നമ്മുടെ നേന്ത്രപ്പഴം ഉണ്ടല്ലോ. നേന്ത്രപ്പഴം ആദ്യം എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു മിക്സിയിലിടാം. മിക്സിയിലിട്ടിട്ട് അതിൽ കുറച്ച് മൈദപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ അത് നന്നായിട്ട് അരയാനായിട്ട് കുറച്ച് കിണറ്റിലെ വെള്ളവും ആഡ് ചെയ്യുക. എന്നിട്ട് മിക്സിയിലിട്ട് ഇങ്ങനെ ഉറന്നിട്ടങ്ങനെ അരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാൻ എടുക്കുക. പാൻ എടുത്തിട്ട് അതിൽ നമ്മുടെ പശു നെയ്യ് ഉണ്ടല്ലോ അത് കുറച്ചിടാം. അത് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉരുകി വരും. ഉരുകി വരുമ്പോൾ നമ്മൾ മിക്സിയിൽ അരച്ചിരിക്കുന്ന നേന്ത്രപ്പഴവും മൈദയും മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ അത് ഈ പാനിലേക്ക് ഒഴിക്കുക. അങ്ങനെ പാനിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ ഈ ശർക്കര ഉരുക്കി വെച്ച ആ പാനി ഉണ്ടല്ലോ അതും കൂടി അത് ഈ പാനിലേക്ക് ഒഴിക്കുക. അതോടുകൂടി ഇതിൻ്റെ മെയിൻ ഭാഗം കഴിഞ്ഞു. പിന്നെ നമുക്ക് വേണ്ടത് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ വലത്തോട്ട് കുറേ നേരം ഇളക്കുക, പിന്നെ ഇടത്തോട്ട് കുറേ നേരം ഇളക്കുക, പിന്നെ വലത് കൈ കൊണ്ട് ഇളക്കി അത് കിടക്കുമ്പോൾ പിന്നെ ഇടത് കൈ കൊണ്ട് ഇളക്കുക. കാരണം ഇതിങ്ങനെ ഇളക്കലാണ് പിന്നെ പ്രധാന പരിപാടി. കാരണം ഇത് അലുവിനുണ്ടാക്കണം. നമുക്കതിങ്ങനെ റെഡി ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ വെള്ളം പോലെയല്ലേ ഇരിക്കണത്. അതിങ്ങനെ ഉറച്ച് ഇങ്ങനെ നല്ല പാകത്തിൽ വരണം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങോട്ട് ഇളക്കുക ഇങ്ങോട്ട് ഇളക്കുക, അങ്ങനെ മാറി ഇപ്പം നിങ്ങൾ തന്നെ ഇളക്കണമെന്നില്ല, നിങ്ങളുടെ വീട്ടിലെല്ലാവരും മാറി ഇങ്ങനെ ഇളക്കിക്കോ. കാരണം അതിങ്ങനെ ഉറച്ച് നല്ല ഫ്രീ ആയിട്ട് പാനിൽ നിന്ന് വിട്ട് നിൽക്കുന്ന ഫോമിലേക്ക് ആവുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ചും കൂടി 1-2 ഐറ്റം കൂടി ആഡ് ചെയ്യാറുണ്ട്. നമ്മുടെ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഏലക്കായ പൊടിച്ചതും ജീരകം കുറച്ചൊന്ന് അതിൻ്റെ ഇടയ്ക്കൊന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ ഇളക്കി ഒരു പരുവത്തിലാവും നമ്മുടെ കൈ. ഇപ്പം നമ്മുടെ കൈ പരുവത്തിലാവണോട് കൂടി തന്നെ ഈ അലുവയും പരുവത്തിലായിട്ട് ഇങ്ങോട്ട് വരും. ഇപ്പം വേണ്ട ആ പാനിലിങ്ങനെ വിട്ട് പോകുന്നത് കണ്ട ഈ ഫോമിലാവുമ്പോൾ നമ്മുടെ ഏകദേശം നമ്മളിത് റെഡി ആയിട്ടുണ്ട് അലുവ. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെങ്കിൽ അത് വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇടാം. കണ്ട എന്ത് രസത്തിലത് വരണമെന്ന് നോക്കി. എന്നിട്ട് നമ്മൾ ആ പാത്രത്തിൽ നന്നായിട്ട് ഇങ്ങനെ പരത്തി വയ്ക്കുക. ആ പാത്രത്തിൽ ഫുള്ള് ആവണ നല്ല സൈഡിലും ഒക്കെ ആവും. നല്ല ഇങ്ങനെ ഫുൾ നമ്മുടെ സ്റ്റൈലായിട്ട് ഇതേപോലെ ഇങ്ങോട്ട് പരത്തി വയ്ക്കുക. കണ്ട ഇപ്പം എന്തൊരു രസം കാണാനായിട്ട്. ഇപ്പോൾ തന്നെ തിന്നാൻ തോന്നും. പക്ഷെ ഇപ്പോൾ തിന്നാൻ പറ്റില്ല, ഇപ്പോൾ ഭയങ്കര ചൂടായിരിക്കും ഇത്. ഇപ്പോൾ ഇങ്ങനെ പേസ്റ്റ് ഫോമിലായിട്ടുള്ളൂ. പക്ഷെ ഇനി അലുവ കഷ്ണം പോലെ ആവണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ പരത്തി വെച്ചിട്ട് നമ്മൾ ചൂടാറാൻ വയ്ക്കണം. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി അണ്ടിപ്പരിപ്പ് ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ വിതറാൻ മുകളിൽ. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ നമ്മുടെ നാടൻ കറിക്കത്തി എടുത്തിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അങ്ങോട്ട് മുറിക്കുക. ഇങ്ങനെ പീസായിട്ട് ഇങ്ങനെ മുറിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് ഇങ്ങനെ ഓരോ കഷ്ണം നമുക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കഴിക്കുക. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ടേസ്റ്റ് എന്നറിയോ? അത് ഉണ്ടാക്കി നിങ്ങൾ കഴിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി റെഡിയാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. കണ്ടില്ലേ സൂപ്പറായിട്ട്.